സേതി പിന്നോട്ട് വലിഞ്ഞപ്പോൾ നിലയൊന്ന് സംശയിച്ചു. ആരാ? പിന്നോക്കം വലിയുന്ന സേതിയുടെ നീണ്ട മുടിയിൽ നില പിടിച്ചു. അമ്മയുടെ ബന്ധുക്കളായി വരും. ഭാനുവല്യമ്മയും മല്ലികാൻ്റിയും. അവരുടെ മോള് മൃദുവുമാണ്. ചെന്ന് പെട്ടാ വധിച്ചു കൊല്ലും. അപ്പോൾ വൃന്ദയോ? അവളെ നമുക്ക് ആരെങ്കിലും വിട്ട് രക്ഷപ്പെടുത്താം. സേതി നിലയെ വലിച്ചു തിരിച്ചു അടുക്കള വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങി. സേതി, ഇതേ ഭാനുവല്യമ്മയും മല്ലികാൻ്റിയും മൃദുവും വന്നിട്ടുണ്ട്. നിന്നെ തിരക്കിയിരുന്നു, ചെല്ലങ്ങോട്ട്. അമ്മേ! സേതി ദയനീയമായി വിളിച്ചു. ഒന്നും പറയണ്ട, ചെല്ല്. നമ്മൾ വിളിച്ചിട്ട് വന്നതാ, മുഷിപ്പിക്കണ്ട. ശ്വേത പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ അവൾ തിരിച്ചു അകത്തേക്ക് തന്നെ നടന്നു. നീയും കൂടി വാ. ഏയ്, ഒട്ടും വേണ്ട. ഞാനിവിടെ പിള്ളേരുടെ കൂടെ കാണും. നീ പോയി അവർക്ക് തല കാണിച്ച് വൃന്ദയെ രക്ഷപ്പെടുത്തി വാ. സേതി മോളെ! മല്ലികയുടെ വിളി കേട്ടതും നീള ചാരുവിനെയും മയ്യേയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. സേതി ഒരു ചിരിയോടെ വൃന്ദയ്ക്ക് അടുത്തേക്കിരുന്നു. വൃന്ദ അവളുടെ കയ്യിൽ മുറുകെ പിച്ചി. സേതി വേദനയിലൊന്ന് പൊന്തിപ്പോയി. വന്നപ്പോൾ മുതൽ ഞങ്ങൾ മോളെ തിരക്കാ. എന്നാൽ ഞാൻ അങ്ങോട്ട് എന്ന പോലെ വൃന്ദ എഴുന്നേറ്റു. മോളെ ഇവിടേക്കാ, ഇരിക്കി. അല്ല, മോൾക്കൊരു ചേട്ടനില്ലേ? അവൻ എന്താ ചെയ്യുന്നേ? ശരത്തിൻ്റെ ഇളയ മോളുടെ പേര് വിളിക്കാങ്ങാണ്ട് കണ്ടതാ. അന്ന് കോളേജിലോ മറ്റോ ആയിരുന്നു. അവൻ വന്നിട്ടില്ലേ? ജിത്തേട്ടൻ വന്നിട്ടുണ്ട്. ജിത്തേട്ടൻ കളമര KKM കോളേജിൽ പഠിപ്പിക്കുകയാണ്. ഏത്? മൃദു അഡ്മിഷൻ നോക്കിയിട്ട് കിട്ടാതിരുന്ന ആ കോളേജിലോ? അവിടേക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അമ്മ, കിട്ടാണ്ടല്ല, ദൂരെ കൂടുതൽ കൊണ്ട് ഞാൻ പോകണ്ടെന്ന് വെച്ചതാ. മല്ലികയുടെ പെട്ടെന്നുള്ള പറച്ചിൽ മൃദു അമ്മയുടെ കയ്യിലൊന്ന് തട്ടിവിട്ടു. ആ, ദൂരെ കൂടുതലാണ്. സേതി പിന്നെ ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിച്ചേ. ഇവൾക്ക് ഹോസ്റ്റലൊന്നും പിടിക്കില്ല. മല്ലിക ഒന്ന് തപ്പിത്തടഞ്ഞു. മോളെ പൊക്കി പിടിക്കാൻ പറ്റുന്ന ഒരിടവും വെറുതെ കളയാത്ത ആളാണ്. ഇപ്പോൾ ആണെങ്കിൽ ഏതോ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലിയും തരപ്പെട്ടിട്ടുണ്ട്. കഴിക്കാൻ ശ്വേത വിളിക്കും വരെ അവരുടെ മുന്നിൽ വധം സഹിച്ചു പോസ്റ്റായിരിക്കേണ്ടി വന്നു സേതിക്കും വൃന്ദയ്ക്കും. കഴിക്കാൻ ഇരിക്കും നേരം അകത്തേക്ക് മിന്നായം പോലെ വന്നുപോയ വിശ്വജിത്തിനെ മാനേജർക്ക് കാണിച്ചു കൊടുത്തു. അവനെ കണ്ടപാടെ മല്ലികയുടെയും മോളുടെയും മുഖം ഒന്ന് വിടർന്നത് സേതി ശ്രദ്ധിച്ചു. മോളെ, ഇവർ നിലയ്ക്ക് പാരയാവോ? സേതി പതിയെ വൃന്ദയോട് തിരക്കി. പിന്നെ ജിത്തേട്ട അടുത്തേക്ക് അങ്ങ് ചെന്നാൽ മതി. അല്ല, നിലച്ചേച്ചി എവിടെ? അവിടെ വധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിക്കാൻ വന്നിരുന്നപ്പോൾ വൃന്ദ നിലയെ നോക്കാൻ മറന്നിരുന്നു. നിലയെ സേതു എവിടേക്കോ കൂട്ടിപ്പോയെന്നാ പറഞ്ഞത്. കഴിക്കാൻ നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ടെന്ന് അമ്മയോട് പറഞ്ഞേൽപ്പിച്ചെന്ന്. നിലച്ചേച്ചിയെ ജിത്തേട്ടൻ്റെ പെണ്ണെന്ന് പറഞ്ഞ് തന്നെ നമുക്ക് ഇവർക്ക് പരിചയപ്പെടുത്തണം കേട്ടോ. കുറച്ചു നേരം കൊണ്ട് അവർ നൽകിയ മടുപ്പ് വൃന്ദ പറഞ്ഞു കാട്ടി. സേതുവിൻ്റെ ബൈക്കിന് പിന്നിൽ ഒരു പറയും വിളക്കും പിടിച്ചിരിക്കാൻ നില ബുദ്ധിമുട്ടി. ഇതിനാണ് നീ വിളിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു മോനെ. നിനക്ക് മാമൻ്റെയോ ചേട്ടൻ്റെയോ കാറെടുത്ത് പോരായിരുന്നില്ലേ? നില പറ താഴെ പോവാതെ മടിയിലേക്ക് കയറ്റി വെച്ചു. അത്രയും പെട്രോൾ ചുമ്മാ കളയണോ? പെങ്ങളുടെ കല്യാണമാണ്. അനാവശ്യ ചിലവ് ഒതുക്കി കല്യാണം നമുക്ക് കളറാക്കാന്നേ. അവൻ്റെ ആ പറച്ചിൽ നില ചിരിച്ചു. ഒപ്പം കയ്യിലുള്ളവ ഒന്നുകൂടി മുറുകെ പിടിച്ചു. ചേച്ചി തകത്തേക്ക് വയ്ക്കില്ലേ? ഞാൻ പോയി ആ ഡെക്കറേഷൻകാരെ ഒന്ന് കണ്ടിട്ട് വരാം. സ്റ്റേജ് ഒരുക്കാൻ സാധനങ്ങൾ വാങ്ങാനുള്ളതാണ്. അപ്പോൾ നിനക്ക് കഴിക്കണ്ടേടാ. നമ്മൾ കുറച്ച് മുന്നേ അല്ലേ ചായയും പപ്സും കഴിച്ചത്? ധാരാളം. ബൈക്കെടുത്ത് മുന്നോട്ട് പോകുന്നതിനെ നിലയൊന്ന് നോക്കി നിന്നുപോയി. അച്ഛൻ്റെ റോൾ ഏറ്റെടുത്ത പോലെ സേതിക്കായി അവൻ ഓടി നടക്കാണ്. അവൻ മാത്രമല്ല, വിശ്വജിത്തും പ്രസന്നനും ശരത്തും വിജയനും എല്ലാം ശ്വേതയ്ക്കൊരു ഭാരം തോന്നാത്ത വിധം എല്ലാത്തിനും മുന്നിൽ തന്നെയുണ്ട്. നില പറയും വിളക്കും തിണ്ണയിൽ വെച്ച് തിരിയുമ്പോൾ വാതിക്കൽ നിൽക്കുന്ന വിശ്വജിത്തിനെ നില കാണുന്നത്. അവനൊപ്പം നേരത്തെ കണ്ട അമ്മയും മോളുമുണ്ട്. മോളുടെ കൈയൊക്കെ എടുത്തു പിടിച്ച് കാര്യമായി വിശ്വജിത്തിനോട് സംസാരിക്കുന്നവരെ ഒന്ന് നോക്കിയിട്ട് നില പന്തലിൽ കൂടി പുറകുവശത്തേക്ക് നടന്നു. നില! പെട്ടെന്നാണ് പുറകിൽ നിന്ന് വിശ്വജിത്തിൻ്റെ വിളി കേട്ടത്. ഇങ്ങനെയൊരു വിളി കേട്ടിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെയാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. വാ. അവൻ കൈകൊണ്ട് അടുത്തേക്ക് വിളിച്ചപ്പോൾ നില ഓടിയെന്ന പോലെ ചെന്നു. ഇന്നാ കാറിൽ വൃന്ദയുടെ ഡ്രസ്സ് ഓർഡർ ചെയ്തതുണ്ട്, അതെടുത്തു കൊടുക്ക്. ഒപ്പം അതിലൊരു റെഡ് കവർ കാണും. അതിൽ നിനക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സുണ്ട്. നാളെ അതിട്ടാൽ മതി. അധികാരത്തിൽ പറഞ്ഞ് കാറിൻ്റെ ചാവി വിശ്വജിത്ത് അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. നില ആദ്യം അമ്പരന്നു. പിന്നെ സന്തോഷം നിറഞ്ഞൊരു പുഞ്ചി നൽകിക്കൊണ്ട് തലയാട്ടി. ഇതാരാ? അത്രയും നേരം അവനോട് സംസാരിച്ച് നിന്ന മല്ലിക അവരുടെ സംസാരം ശ്രദ്ധിച്ച് ഒരു വല്ലായ്മയോടെയാണ് തിരക്കിയത്. നിലയെ പരിചയപ്പെട്ടില്ലേ നിങ്ങൾ? തിരിഞ്ഞു കാറിന് നേരെ നടക്കാൻ തുടങ്ങിയ നിലയെ തോളിൽ പിടിച്ചവൻ ചേർത്ത് നിർത്തി.
ഇത് നിള, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ്. നീ വിവാഹമൊക്കെ ആയോ? പെട്ടെന്ന് തന്നെ ഉണ്ടാവും. സേതിയുടെ കഴിയട്ടെ എന്ന് വെച്ച് നിന്നതാ. നിലയെ നോക്കിയാണ് വിശ്വജിത്ത് അത് പറഞ്ഞത്. എന്തോ അവൻ്റെ വാക്കുകളിൽ നിലയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കൊച്ചിൻ്റെ വീട് എവിടെയാ? വിശദമായി പിന്നെ പരിചയപ്പെടാം ആൻറ്റി. ഇവള് കല്യാണം കഴിയും വരെ ഇവിടെ തന്നെ ഉണ്ട്. നീ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നോക്കിയിട്ട് പെട്ടെന്ന് പറയണം. നിലയെ പുറത്തേക്ക് വിട്ട് ആ വഴി തന്നെ അവനും ബാക്കി പണികളിലേക്ക് ഇറങ്ങി. കെട്ടാൻ പോകുന്ന പെണ്ണോ? ഇതൊന്നും ശ്വേതയും വനജയും പറഞ്ഞില്ലല്ലോ. മല്ലിക നിരാശയോടെ മൃദുവിനെ നോക്കി. അല്ല, ഈ പെണ്ണെന്താ ഇന്നേ ഇവിടെ വന്ന് കിടക്കുന്നത്? ഭാനു നീരസത്തോടെ തിരക്കി. മൃദു നിരാശയോടെ ശരത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന വിശ്വത്തിനെയും കാറിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന നിലയെയും നോക്കി. നിലയെയും അവനെയും ആ നിൽപ്പിൽ തന്നെ അവളൊന്ന് കമ്പയർ ചെയ്തു. അവൻ്റെ ചെവിയോളം ഉള്ള ഉയരം, മെലിഞ്ഞ തോൾ കടന്ന് കിടക്കുന്ന അത്രമാത്രം മുടിയുള്ള ഇവൾ വിശ്വത്തിന് ചേരുമോ? ഈ കെട്ടുറപ്പിച്ചവരൊക്കെ നോക്കി നിന്നിട്ട് എന്തിനാ? മോളിങ്ങ് പോരെ. മല്ലിക അവളെ വിളിച്ച് അകത്തേക്ക് നടന്നപ്പോൾ ആ ഇങ്ങേര് പോയ അടുത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് മൃദുവും അകത്തേക്ക് നടന്നു. നീ വന്നോ? എവിടെ പോയതാ? ഇതെന്താ കവറിൽ? റൂമിലേക്ക് കയറി വന്ന നിലയെ കണ്ട് സേതി തിരക്കി. പോയതൊന്നും പറയണ്ട, നിൻ്റെ അനിയെ നല്ല പണിയാണ് തന്നത്. അത് വിട്, ഇത് വിശ്വേട്ടൻ തന്നതാ. വൃന്ദയുടെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്തത്. പിന്നെ ഇത്. അവളൊരു കവറെടുത്ത് കയ്യിൽ പിടിച്ചു. അവളുടെ മുഖത്തെ ചിരിയും സന്തോഷവും സേതി നോക്കി കണ്ടു. സാറ് വിളിയൊക്കെ മാറിയല്ലോ. എന്താ സന്തോഷം? കാണിക്ക്, കവറിൽ എന്താണ്? എനിക്ക് കൂടി കാണണം. സേതി അവളിൽ നിന്ന് കവർ വാങ്ങി തുറന്നു. നില ആകാംക്ഷയുടെ ഉള്ളിലേക്ക് നോക്കി. മെറൂണിൽ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ചെയ്ത നല്ല അടിപൊളിയൊരു ചുരിദാർ. ഒറ്റ നോട്ടത്തിലെ നിലയ്ക്കത് ഇഷ്ടപ്പെട്ടു. ഇത് നാളെ ഇടാനാണോ? അത് വിടർത്തി നിലയുടെ ദേഹത്തേക്ക് വെച്ചുകൊണ്ട് സേതി തിരക്കി. നാളേക്കാണെന്ന് പറഞ്ഞാൽ തന്നത്. അപ്പോൾ ഞാൻ നിനക്ക് തിരഞ്ഞു പിടിച്ച് വാങ്ങിയ സാരിയോ? സാരിയൊന്നും എനിക്ക് സെറ്റാവില്ലെന്ന് നിനക്ക് അറിയാലോ. നില സേതിയുടെ ചുളുക്കി പിടിച്ച കവളിൽ വിരൽ കുത്തി. പിന്നെ സാരി സെറ്റാവില്ല. അപ്പോൾ പിന്നെ നിന്റെ കല്യാണത്തിന് ചുരിദാറാവില്ലേ ഇടുന്നത്? അന്നൊരു ദിവസം വേണമെങ്കിൽ സാരി അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ ന്യായം പറയണ്ട. എന്തായാലും ജിത്തേട്ടൻ്റെ സെലക്ഷൻ പൊളിയാണ്. നീ ഇത് തന്നെ ഇട്ടോ. ഡ്രസ്സിൻ്റെ ഭംഗിയേക്കാൾ അത് വാങ്ങിത്തന്നവനെ ഓർത്താണ് അവളത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ സേതി നാളെ ആ ഡ്രസ്സ് ഇട്ടോളാൻ അവളോട് പറഞ്ഞു. നീ മുത്താണ്. നീ വൃന്ദോടക്കോ ഓരോ മോഡലൊക്കെ നോക്കി സാരി വാങ്ങിയതല്ലേ? ജിത്തേട്ടൻ വാങ്ങിത്തന്ന് ഇടാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അവൾ ഉടക്കൊന്നും ഉണ്ടാവില്ല. സേതി നിലയുടെ ആശങ്ക അകറ്റി. ഉച്ച തിരിഞ്ഞപ്പോൾ മുതൽ കല്യാണ വീട്ടിൽ ആളും അനക്കവും വെച്ചു തുടങ്ങി. രാത്രി പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ല. എന്നാലും അയൽവക്കക്കാരും ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ തലേന്ന് രാത്രി വന്നു പോകുന്ന പതിവുണ്ട്. എല്ലാവർക്കും ഉള്ള ഭക്ഷണവും ഒരുക്കിയിരുന്നു. സേതുക്ക് മെഹന്തി അലർജി ആയതുകൊണ്ട് ആ പരിപാടി ഇല്ലായിരുന്നു. എന്നാലും സേതുവിനെ കൊണ്ട് ട്യൂബ് വാങ്ങി വൃന്ദയും ചാരുവും മയും 2 കയ്യിൽ നിറച്ചിട്ടു. നിലയ്ക്ക് പിന്നെ പണ്ടേ അതിനോട് താല്പര്യമില്ല. രാത്രി പന്തലിലാണ് എല്ലാവരും കഴിക്കാനിരുന്നത്. സേതിയും നിലയും വൃന്ദയും ഒന്നിച്ചിരുന്നു. കയ്യിൽ നിറച്ച് മെഹന്തി ഇട്ടത് കൊണ്ട് സേതിയും നിലയുമാണ് അവളെ ഊട്ടിവിട്ടത്. ഇടയ്ക്ക് അതിൽ വിളമ്പിപ്പോയ വൈഷ്ണവും പ്രസന്നും മാറി മാറി 2 സൈഡിൽ നിന്ന് ചോറ് വാങ്ങുന്നവളെ നോക്കി നീയാണോ മണവാട്ടി എന്ന് ചോദിച്ച് അവളെ കളിയാക്കി. കൂട്ടുകറി വിളമ്പി വന്ന വിശ്വത്ത് 3 ആൾക്ക് മുന്നിലെത്തിയപ്പോൾ ഒന്ന് നിന്ന് നോക്കി. വൃന്ദയോട് ഡ്രസ്സ് ഓൾട്ടർ ചെയ്ത് ഓക്കെ അല്ലേ എന്ന് തിരക്കുന്ന കൂട്ടത്തിൽ നിലയെ ഒന്ന് നോക്കി. ആ നോട്ടം കിട്ടിയ നിമിഷം ചിരിയോടെ അവളൊന്ന് കണ്ണു ചിമ്മി. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചോദ്യവും ഉത്തരവും ആ ഒരു നോട്ടത്തിൽ കടന്നുപോയി. ഡാൻസോ പാട്ടോ മേളമോ ഒന്നും ഇല്ലെങ്കിൽ കൂടി ആളും ബഹളവുമായി കല്യാണ വീട് രാത്രി വൈകിയും ഉണർന്നിരുന്നു. പുലർച്ചെ തന്നെ 3 ആളെയും വിളിച്ചുണർത്തിയത് ശ്വേതയാണ്. എഴുന്നേറ്റുന്ന സേതിയുടെ കവളിൽ ശ്വേത പതിയൊന്ന് തലോടി നെറുകിലൊന്ന് മുത്തി. സന്തോഷവും സങ്കടവും കലർന്നൊരു മുഖഭാവമായിരുന്നു അവർക്ക്. മക്കളോട് ഒരുപാടോട്ട് നിൽക്കുന്ന ഒരു അമ്മയല്ല ശ്വേത. എന്നാൽ ഒരുപാട് സ്ട്രിക്റ്റുമല്ല. 2 ആൾക്കും അവരുടേതായ സ്പേസ് നൽകി കൂടെ നിൽക്കുന്ന ആളാണ് ശ്വേത. പ്രാർത്ഥനയോടെ എണീറ്റോ, മുന്നോട്ട് എല്ലാം നല്ലതേ ആവുള്ളൂ. അമ്മയുടെ ആ വാക്കുകളിൽ എന്തോ ശ്വേതയ്ക്ക് സങ്കടം വന്നു. ഒരു വിതുമ്പലോടെ ശ്വേതയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അമ്മയുടെയും മോളുടെയും കണ്ണ് ഒരുപോലെ നിറഞ്ഞു. 2 ആളും ഒരുപോലെ ഈ നിമിഷം കൂടെ ഉണ്ടാവാൻ ആഗ്രഹിച്ച ഒരു മുഖം ഓർത്തു വിങ്ങി. അച്ഛനില്ലായ്മ ഒരു കുറവ് തന്നെയാണെന്ന് സേതിക്ക് തോന്നി. നേരം വൈകുന്നു, വേഗമാവട്ടെ. ശ്വേത തന്നെ അവളെ അടർത്തി മാറ്റി മുഖം തുടച്ചു പുറത്തേക്കിറങ്ങി. നിലയും വൃന്ദയും കൂടി സേതിയെ ഉഷാറാക്കിയെടുത്തു. വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങും മുന്നേ മുതിർന്നവർക്കൊക്കെ ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി സേതി. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ദക്ഷിണ വയ്ക്കുമ്പോൾ സേതിയെപ്പോലെ ശ്വേതയുടെയും സേതുവിൻ്റെയും കണ്ണ് നിറഞ്ഞു.
അത് കരച്ചിലേക്ക് വഴിമാറാതെ ശരത്ത് നേരം വൈകിയെന്ന് പറഞ്ഞു സേതിയെ കൂട്ടി പുറത്തേക്കിറങ്ങി. വിശ്വജിത്തൊക്കെ നേരത്തെ തന്നെ അമ്പലത്തിലെത്തിയിരുന്നു. ചെറിയ രീതിയിൽ അമ്പലം ഒന്ന് അലങ്കരിക്കുകയും ചെയ്തു വന്നവർ എല്ലാവരും കൂടി. ഓരോന്ന് ചെയ്യുമ്പോഴും വിശ്വജിത്ത് സേതിയൊക്കെ വരുന്നുണ്ടോ എന്ന് പടിക്കലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. സേതിയേക്കാൾ ഏറെ കാണാൻ കൊതിക്കുന്നൊരു മുഖമുണ്ട്. അവളെ ഓർക്കെ ഒരു തണുപ്പ് ഉള്ളിൽ നിറയുന്ന പോലെ തോന്നി അവന്. ശരത്തിൻ്റെ കാർ വന്നു നിന്നപ്പോൾ വിശ്വത്തും സേതുവും വിജയനും അടുത്തേക്ക് ചെന്നു. റെഡ് കളർ പട്ടുസാരിയിൽ സുന്ദരിയായി സേതി ഇറങ്ങിയതും എല്ലാവരുടെയും മുഖം സന്തോഷത്തോടെ വിടർന്നു. അതേ കാറിൽ നിന്ന് ബ്ലൂ കളർ സാരിയിൽ വൃന്ദയും ഇറങ്ങി. അവൾക്ക് പിന്നാലെ ഇറങ്ങുന്ന നിലയെ കാണാൻ വിശ്വത്ത് തിടുക്കം കൂട്ടി. അവൻ വാങ്ങി നൽകിയ ചുരിദാറിട്ട് നില ഇറങ്ങിയതും വിശ്വത്തിൻ്റെ മുഖം വിടർന്നു. നിലയും ആദ്യം തിരിഞ്ഞത് അവനെ തന്നെയാണ്. അവൻ്റെ മുഖത്തെ തെളിച്ചം അവളെ ചെറുതായി നാണം വരുത്തി. പ്രജിനും വീട്ടുകാരും പുലർച്ചെ തന്നെ പുറപ്പെട്ടിരുന്നു. ദൂരെ കൂടുതൽ ഉള്ളതിനാൽ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം വിവാഹത്തിന് ക്ഷണിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കുള്ള റിസപ്ഷൻ തലേന്നേ കഴിഞ്ഞു. ടൗണിൽ ശരത് നേരത്തെ ബുക്ക് ചെയ്ത ഹോട്ടലിൽ കയറി ഫ്രഷ് ആയതിനു ശേഷമാണ് അവർ അമ്പലത്തിലേക്ക് എത്തിയത്. മുഹൂർത്തം തെറ്റാതെ പ്രജിൻ സേതിയെ താലി ചാത്തി തൻ്റേതാക്കി. എത്ര അടക്കിയിട്ടും അന്നേരം പ്രജിൻ്റെ കണ്ണിൽ സന്തോഷക്കണ്ണീർ കിനിഞ്ഞു. വിശ്വത്ത് അവൻ്റെ തോളിലും തട്ടി. പിന്നെ അടുത്തുനിന്ന നിലയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. താനും ഈയൊരു നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പാണെന്ന് പറയാതെ പറഞ്ഞു. നിലയുടെ കൈയും അവനിൽ മുറുകി. പ്രസന്നൻ ആണ് സേതിയെ കൈ പിടിച്ചു കൊടുത്തത്. അമ്പലത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും സേതിയുടെ വീട്ടിലേക്ക് എത്തി. സേതുവാണ് പ്രജിനെ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. അലങ്കരിച്ച സ്റ്റേജിൽ മധുരം കൊടുപ്പും ബാക്കി പരിപാടികൾ നടക്കുന്നത് ജിതിനെ ചാരി നിന്ന് നില കണ്ടു. രാവിലെ അമ്പലത്തിലേക്കാണ് ജിതിനും അച്യുതനും എത്തിയത്. ഇന്നലെ രാത്രി വാവയ്ക്ക് ചെറിയ പനിക്കോള്. രാവിലെ ഡോക്ടറെ കാണിച്ച ശേഷമാണ് അവർ വന്നത്. അതുകൊണ്ട് നേരെ കെട്ട് നടക്കുന്നിടത്തേക്കാണ് എത്തിയത്. ആദ്യമായാണ് കുഞ്ഞിന് വയ്യായിക. വാവയ്ക്ക് പനിയെന്ന് കേട്ടപ്പോൾ മുതൽ നിലയൊന്ന് വാടി. ആ വാട്ടത്തിൽ ഉള്ള നിൽപ്പാണിത്. വഴി അധികം ഉള്ളതുകൊണ്ട് സദ്യ കഴിഞ്ഞും വൈകാൻ നിൽക്കാതെ ചെക്കനും പെണ്ണും ഇറങ്ങും. അത് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ജിതിൻ അവളെ സമാധാനിപ്പിച്ചു. തുടരും സ്നേഹത്തോടെ അഭിനവി.